ഹലോ മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് എന്തൊക്കെയാണ് വിശേഷം? നാട്ടിൽ നല്ല മഴയൊക്കെയാണല്ലേ? ഇപ്പം ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ, ഇവിടെ മഴ കുറവാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ എഗ്ഗ് പനീർ മസാല റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് രാവിലെയോ രാത്രിയോ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് മുട്ട വേവാൻ വെക്കാം. അപ്പോൾ മുട്ട വേവാൻ വെച്ചിട്ട് നമുക്ക് ഇതിനുള്ള ഒരു ഗ്രേവി ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നപ്പോഴത്തേനും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ വലിയ സൈസ് എന്താ പറയുക തിന്നായിട്ട് അരിയണമെന്നൊന്നുമില്ല. ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിന് ഇത് വഴറ്റിന് പേസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തിന്നായിട്ട് അരിയണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റി വന്നോട്ടെ. ഇനിയിപ്പോൾ ഇത് ഒന്ന് വാടി വന്നപ്പോഴത്തേനും നമുക്കിതിലോട്ട് ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറുതായത് കൊണ്ടാണ് 2 പച്ചമുളക് ചേർത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. ഇനിയിപ്പോൾ പച്ചമുളകൊന്ന് വാടി വന്നപ്പോഴത്തേനും നമുക്കിതിലോട്ട് 2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 3 തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തക്കാളി വാടി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളത്. ആദ്യം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി വഴറ്റിക്കെടുക്കാം. ഇതൊന്ന് വെന്ത് വാടി വന്നപ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് 4 കാഷ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. ഉണ്ടെങ്കിൽ 4 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആ കാഷ്യൂൻ്റെ കൂടി ഒന്ന് ഒരു റോസ് സ്മെല്ല് മാറി വന്നോട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കത് പേസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനത്തെ ഇനിയിപ്പോൾ സെയിം പാനിലേക്ക് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു ചെറിയൊരു കഷ്ണം പട്ട, ഒരു ഏലക്ക, 2 ഗ്രാമ്പു ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് പൊട്ടി വന്നപ്പോഴത്തേനും നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റും കൂടി ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ക്യാരറ്റ് ഒന്ന് വഴണ്ടി വന്നോട്ടെ. ഇത് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ സമയത്ത് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനത്തെ ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ ഈ സവാള ഒന്ന് വന്നോട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 100 ഗ്രാം പനീറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ഓയിൽ കിടന്നൊന്ന് ഫ്രൈ ആയി വന്നോട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് രാവിലെയും രാത്രിയായാലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. പനീറൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും
1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാല പൗഡറും ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറി വന്നോട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറി വന്നു. അങ്ങനെ എന്താ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടി മാറി വന്നോട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മിക്സി കഴുകിയ കുറച്ച് വെള്ളം കേട്ടോ, വളരെ കുറച്ച് വെള്ളമാണ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ, ഒന്ന് ചെറുതായി ഒരു തിള വന്നോട്ടെ. ഇതിപ്പോൾ ചെറുതായി ബബിൾസ് വരുന്നുണ്ട്, ചെറുതായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം കേട്ടോ. ഫ്രഷ് ക്രീം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം, നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും തിളച്ച വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പും കൂടി ചെക്ക് ചെയ്ത് വെക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി തിളച്ച് വന്നോട്ടെ. അങ്ങനെ ഇത് നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുട്ട ഉണ്ടല്ലോ, എഗ്ഗ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഒരു മുട്ടേനെ 4 സ്ലൈസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മെതിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസൂരി മെതി ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് പനീർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. റൈസിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ദോശേൻ്റെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയാനുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.